ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ മിസൈൽ മഴ പെയ്യിപ്പിച്ച് റഷ്യ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള 20 ദിന സമാധാന കരാർ സെലൻസ്കി മുന്നോട്ട് വെച്ചതിന് തൊട്ടു പിന്നാലെയാണ് അതിശക്തമായ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് കീവിനെ വിറപ്പിച്ചുകൊണ്ട് റഷ്യൻ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ അവിടെ ബോംബ് മഴ വർഷിച്ചത്. നഗരത്തിലുടനീളം സ്ഫോടനങ്ങൾ മുഴങ്ങുമ്പോൾ താമസക്കാരോട് ഉടൻ തന്നെ ഷെൽട്ടറുകളിലേക്ക് മാറാൻ മേയർ വിറ്റാലി ക്ലീച്കോ കർശന നിർദ്ദേശം നൽകി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണെന്നും ഉക്രൈൻ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 4 വർഷമായി തുടരുന്ന ഈ സംഘർഷത്തിന് ഒരു അന്ത്യം കുറിക്കാൻ സെലൻസ്കി തയ്യാറെടുക്കുന്ന വേളയിലാണ് മോസ്കോ തങ്ങളുടെ സൈനിക കരുത്ത് ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നത്. ഇതിനിടെ ഞായറാഴ്ച ഫ്ലോറിഡോയിൽ നടക്കുന്ന ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന പദ്ധതിയുടെ 90% ജോലികളും പൂർത്തിയായി എന്ന് സെലൻസ്കി പ്രഖ്യാപിക്കുന്നു. സൈനികരഹിത മേഖല പ്രസ്താവിക്കുന്നതും അമേരിക്കയിൽ നിന്നുള്ള സുരക്ഷാ ഉറപ്പുകളും അടങ്ങുന്നതാണ് ഈ പുതിയ 20 ദിന നിർദ്ദേശം. ട്രംപും ഈ സമാധാന ചർച്ചകളോട് അനുകൂലമായ നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ യുദ്ധഭൂമിയിൽ തങ്ങളുടെ മേൽക്കൈ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് റഷ്യ ചെയ്യുന്നത്. സമാധാന കരാറിലെ വ്യവസ്ഥകൾ തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് പ്രതിരോധം കടുപ്പിക്കുക എന്നത് ഇത്തരം യുദ്ധ സാഹചര്യങ്ങളിൽ സാധാരണമായ നീക്കമാണ്. ഓരോ പുതിയ നിർദ്ദേശങ്ങൾ വരുമ്പോഴും അതിനോട് സൈനികമായി പ്രതികരിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ കീവിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സെലൻസ്കിയുടെ പുതിയ നീക്കങ്ങൾ വിജയിക്കുമോ? ട്രംപുമായുള്ള കൂടിക്കാഴ്ച ലോകക്രമത്തിൽ എന്ത് മാറ്റമായിരിക്കും കൊണ്ടുവരിക? സമാധാന പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുമ്പോൾ കീവിലെ മിസൈൽ സ്ഫോടനങ്ങൾ സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നിർണായകമായ ദിവസങ്ങളാണ് എന്നതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.